കൊച്ചി നഗരത്തിൽ വാടകയ്ക്കും ലീസിനും വീട് അന്വേഷിക്കുന്നവരെ ലക്ഷ്യമിട്ടായിരുന്നു തട്ടിപ്പിന്റെ തുടക്കം. ഹെക്സാർക്ക് എന്ന കമ്പനി ഉടമകളിൽ നിന്നും വാടക വ്യവസ്ഥയിൽ ഫ്ളാറ്റുകൾ ഏറ്റെടുത്ത ശേഷം അത് മറിച്ചു നൽകി വൻതുക ലീസ് ഡെപ്പോസിറ്റായി വാങ്ങുകയായിരുന്നു ഇവരുടെ രീതി. കരാറുകൾ ഒപ്പിട്ട് ലക്ഷങ്ങൾ വാങ്ങിയ ശേഷം കമ്പനി മുങ്ങി. ഉടമകൾക്ക് വാടക നൽകാത്തതിനെ തുടർന്ന് താമസക്കാർക്ക് ഒഴിഞ്ഞു പോകാനുള്ള നോട്ടീസുകൾ ലഭിച്ചു തുടങ്ങിയപ്പോഴാണ് വലിയൊരു ചതിയുടെ കഥ പുറം ലോകം അറിയുന്നത്. നമ്മൾ ഇവരുടെ ആഡൊക്കെ നോക്കിയത് OLX-ലായിരുന്നു. ഞാൻ ഒരു 2-3 വീടൊക്കെ അവർ കാണിച്ചു തന്നിരുന്നു. വിശ്വസിക്കാമെന്ന് പറഞ്ഞ് അവരുടെ ID ഒക്കെ ആ സമയം വാങ്ങിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ അഡ്വാൻസ് 50,000 പേ ചെയ്തത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് 13.5 ലക്ഷമാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ലീസിന്. അതായത് 2 years ആണ്. പക്ഷേ 1 year കഴിഞ്ഞിട്ട് 11 months കഴിഞ്ഞിട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. ഒരു പ്രാവശ്യം ഞാൻ എക്സ്റ്റെൻഡും ചെയ്തു. ഇങ്ങനെ ഭയങ്കര നല്ല രീതിയിലായിരുന്നു, മെയിൻ്റെനൻസും അടയ്ക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു പ്രശ്നവും തോന്നിയില്ല. അപ്പം ഈ 13.5 ലക്ഷം അവർ തിരിച്ച് തന്നാലേ ഈ വീട് വെക്കേറ്റ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റുള്ളൂ. എഗ്രിമെൻറ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഓരോ ക്ലോസിൻ്റെ ഉള്ളിലാണ് വരുന്നത്. അത് ഫസ്റ്റ് നമ്മൾ 2 months മുമ്പ് അവർക്ക് മെയിൽ അയക്കണം. അപ്പോൾ 50% അവർ അലോട്ട് ചെയ്യും. അങ്ങനെ കുറച്ച് പെർസെൻറ്റേജ് ആയിട്ടാണ് അവർ കൊടുക്കുന്നത്. അത് ഭയങ്കര ക്ലിയർ ആയിട്ടുണ്ട്. എഗ്രിമെൻറ്റിൽ എല്ലാം തന്നെ നല്ല രീതിയിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ആയപ്പോൾ ഓണർ ഇങ്ങനെ പ്രഷർ കൊടുക്കുന്നു. ഒരു സൈഡിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങണമെന്ന് പറഞ്ഞിട്ടൊക്കെ. പിന്നെ മെയിൻ്റെനൻസിൻ്റെ കാര്യം ഇപ്പോൾ ഭയങ്കര ഇഷ്യൂ ആണ്. അവിടെ 4-5 മാസത്തിന് മെയിൻ്റെനൻസ് അടച്ചിട്ടില്ല. ഈ കമ്പനിക്കാരാണ് മെയിൻ്റെനൻസ് അടയ്ക്കുന്നത്. ഇപ്പോൾ ഓണർ നമ്മളായിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്ന് നമ്മളോട് ഇറങ്ങാൻ പറയാം, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഒരു കമ്പനി ഒരു ഇൻ്റർമീഡിയറി ആയിട്ട് ഇതിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ നമുക്കുള്ള ഒരു എക്സ്ട്രാ സേഫ്റ്റിയാണ് ആക്ച്വലി ഞങ്ങൾ അതിനകത്ത് കണ്ടത്. അപ്പോൾ നമ്മുടെ നിന്ന് വാങ്ങുന്ന ഈ ലീസ് എമൗണ്ട് ഡയറക്റ്റ് ഓണർക്കാണോ പോകുന്നത്, അതോ ഹെക്സാർക്ക് ഇതിൻ്റെ ഒരു പെർസെൻറ്റേജ് കീപ്പ് ചെയ്ത് അതിൻ്റെ റിമൈനിങ് ആണോ ഓണർക്ക് കൊടുക്കുന്നത്? ഈ കാര്യങ്ങളൊന്നും നമ്മളായിട്ട് ട്രാൻസ്പാരൻ്റ് അല്ലായിരുന്നു. നമുക്കറിയില്ല ഇവരിത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. അവർ പറഞ്ഞത് ഓണർ ഓതറൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് മാത്രം. അപ്പം സ്വാഭാവികമായിട്ടും ഞങ്ങൾ വിചാരിച്ചത് ഈ എടുക്കുന്ന ലീസ് എമൗണ്ടിൻ്റെ പ്രോബബ്ലി ഒരു കമ്മീഷൻ കീപ്പ് ചെയ്തുകൊണ്ട് ബാക്കി എമൗണ്ട് അതിൻ്റെ ഓണേഴ്സിലേക്ക് പോകുമായിരിക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കിയത്.